പാർട്ടി സർക്കാർ ഏകോപനം സാധ്യമായിട്ടില്ല എന്ന ആരോപണവുമായി കെപിസിസി ജനറൽ സെക്രട്ടറി PM നിയാസ്. കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉടൻ സജീവമാകണമെന്നും PM നിയാസ് ആവശ്യപ്പെട്ടു. മുഴുവൻ സമയ അധ്യക്ഷൻ വേണമെന്ന ആവശ്യം ശക്തമായിരിക്കെ പുനഃസംഘടനാ ചർച്ചകൾ അടുത്തയാഴ്ച തുടങ്ങും. തെരഞ്ഞെടുപ്പിന് ശേഷം ഒറ്റത്തവണ മാത്രമാണ് കെപിസിസി യോഗം ചേർന്നത്. പാർട്ടി സർക്കാർ ഏകോപനം വേണമെന്ന തീരുമാനം എന്നാൽ യാഥാർത്ഥ്യമായില്ല. മന്ത്രിയായതിന് പിന്നാലെ കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് അധ്യക്ഷ പദവിയിൽ സജീവമായില്ല. ഇതിനെതിരെയാണ് PM നിയാസ് രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ആകെ ഒറ്റ തവണയാണ് KPC ഒന്ന് കൂടിയത്. അത് തന്നെ ഒന്ന് നേതാക്കന്മാർ മാത്രം സംസാരിച്ച് പാർട്ടി സർക്കാർ ഏകോപനം ഉണ്ടാക്കുക എന്നുള്ള തീരുമാനമെടുത്തു. അതൊന്നും നടപ്പിലാക്കിയിട്ടില്ല. പാർട്ടി തെരഞ്ഞെടുപ്പ് വേളയിലും മുമ്പും എടുത്ത തീരുമാനങ്ങളിൽ നിന്നും വ്യതിചലിച്ചെടുത്ത പല തീരുമാനങ്ങളും വൻ വിവാദമായി. എന്നാൽ സർക്കാരിനെ പാർട്ടിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. KPC അധ്യക്ഷനെ കണ്ടെത്താൻ AICC നേതൃത്വം തിടുക്കവും കാട്ടിയില്ല. DCC പ്രസിഡന്റുമാരിൽ പലരും MLA-മാരായതോടെ ജില്ലാ തലങ്ങളിലും പാർട്ടിയുടെ പ്രവർത്തനം നിലച്ചു. പാർട്ടിക്ക് മുഴുവൻ സമയ അധ്യക്ഷൻ വേണമെന്ന ആവശ്യം ശക്തമായതോടെ പുനഃസംഘടന ചർച്ചകൾ ഉടൻ ആരംഭിക്കും. ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, ജോസഫ് വാഴക്കൻ എന്നിവർക്കാണ് പ്രഥമ പരിഗണന. മാത്യു കുഴൽനാടൻ, ആന്റോ ആന്റണി, ഷാഫി പറമ്പിൽ എന്നിവരെയും പരിഗണിക്കുന്നുണ്ട്. ഇതിനിടെ ജനപ്രതിനിധികളെ പരിഗണിക്കരുതെന്ന ആവശ്യവും ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.